പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 23. പ്രധാന വാർത്തകൾ. ബംഗളൂരു ക്രൈസ്റ്റ് കോളേജിൻ്റെയും കൊറിയയിലെ ഇൻഡോ കൊറിയ സയൻസ് ആൻഡ് ടെക്നോളജി സെൻ്ററിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ഹാക്ടെക് 2023-ൽ സുഹാർ ഇന്ത്യൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ക്രൈസ്റ്റ് കോളേജിൽ 1-ാം വർഷ ബിടെക് വിദ്യാർത്ഥിയുമായ നിഹാൽ ഗിരീഷ് 1-ാം സ്ഥാനം നേടി. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് വിജയിക്ക് ലഭിച്ചത്. അനേകം വിദ്യാർത്ഥികൾ പങ്കെടുത്ത് മാസങ്ങളോളം നീണ്ട ഈ മത്സരത്തിൽ അവസാന റൗണ്ടിലെത്തിയ ഏക 1-ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് നിഹാൽ. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ നടക്കുന്ന അറബ് സാമൂഹിക കാര്യമന്ത്രിമാരുടെ കൗൺസിലിൻ്റെ 43-ാമത് സമ്മേളനത്തിൽ ഒമാൻ പങ്കെടുത്തു. ഗസ മുനമ്പിലെ 3,50,000-ത്തിലധികം കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നതിനുമായി 6 മാസത്തേക്ക് അസാധാരണമായൊരു താൽക്കാലിക ഫണ്ട് തുടങ്ങുന്നതിനും യോഗം അംഗീകാരം നൽകി. സാമൂഹിക വികസന മന്ത്രി ലൈല ബിൻത് അഹമ്മദ് അൽ നജ്ജാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒമാൻ പ്രതിനിധി സംഘം പങ്കെടുത്തത്. അംഗരാജ്യങ്ങൾക്കിടയിൽ അനുഭവങ്ങളും അറിവുകളും കൈമാറ്റം ചെയ്യുന്നതിനുള്ള ദേശീയ തന്ത്രങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങൾക്കായുള്ള പദ്ധതികളും അറബ് സാമൂഹിക കാര്യമന്ത്രിമാരുടെ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടേറിയറ്റിന് നൽകുന്നതിന് തുടരണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളിൽ നിന്ന് വൈദ്യുതി കേബിളുകൾ മോഷ്ടിച്ച സംഭവത്തിൽ ഏഷ്യൻ വംശജരായ 2 പേരെ അറസ്റ്റ് ചെയ്തു. സീബ് വിലായത്തിൽ 6 വീടുകളിലായിരുന്നു ഇവർ മോഷണം നടത്തിയിരുന്നത്. മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. വിസിറ്റിംഗ് വിസയിൽ ഒമാനിലെത്തി ജോലിയില്ലാതെ പ്രയാസത്തിലായ കണ്ണൂർ ഇരിട്ടി സ്വദേശി ഫൈസലിനെ നാട്ടിലേക്ക് കയറ്റി അയച്ചു. ഇദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ PCF പ്രവർത്തകർ നൽകി. ജീവകാരുണ്യ പ്രവർത്തകൻ ഒ. അബ്ദുൽ ഗഫൂർ വിമാന ടിക്കറ്റ് നൽകി. വ്യാഴാഴ്ചത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. റസാഖ് ചാലിശ്ശേരി, ഉസ്മാൻ വാടാനപ്പള്ളി, വാപ്പു വല്ലപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. മത്ര KMCC വനിതാ വിങ് ഫുഡ് ഫെസ്റ്റ് മത്സരം സംഘടിപ്പിച്ചു. മത്രയിലുള്ള കുടുംബിനികളെ പങ്കെടുപ്പിച്ച് നടത്തിയ മത്സരത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള രുചി വിഭവങ്ങളുമായാണ് മത്സരാർത്ഥികളെത്തിയത്. ഫർസീന അബ്ദുൽ സലാം 1-ാം സ്ഥാനം നേടി. വസീമ റഹ്മാൻ, ജുഹൈന ജബിൻ, സഫ റസാഖ് എന്നിവർ യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മസ്കത്ത് KMCC കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നവാസ് ചെങ്ങള ഉദ്ഘാടനം ചെയ്തു. KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന മുസ്തഫ വളാഞ്ചേരി സലാലയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നു. 2001-ലാണ് മുസ്തഫ പ്രവാസം ആരംഭിക്കുന്നത്. നീണ്ട 17 വർഷം എയർഫോഴ്സിലാണ് ജോലി ചെയ്തത്. അധികവും സലാല ടൗണിലെ ക്യാമ്പിലായിരുന്നു. ഇടയ്ക്ക് കുറച്ചുകാലം മസ്കത്തിലും ജോലി ചെയ്തു. ഒഴിവു സമയങ്ങൾ സാമൂഹിക പ്രവർത്തനത്തിന് നീക്കിവെക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് മടക്കം. KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായും പ്രവർത്തിച്ചിരുന്നു. SKSSF-ൻ്റെ കേന്ദ്ര ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡിസംബർ 23-ന് രാത്രിയുള്ള ഒമാൻ എയറിൽ മുസ്തഫ നാട്ടിലേക്ക് തിരിക്കും. വയനാട് മുസ്ലിം യതീംഖാന ജനറൽ സെക്രട്ടറിയും മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗവുമായ MA മുഹമ്മദ് ജമാലിൻ്റെ നിര്യാണത്തിൽ മസ്കത്ത് സുന്നി സെന്റർ വിവിധയിടങ്ങളിൽ മയ്യത്ത് നമസ്കാരവും പ്രാർത്ഥനാ സദസ്സുകളും സംഘടിപ്പിച്ചു. അന്തേവാസികളുടെ പ്രയാണത്തിനു വഴിയും വെളിച്ചവും പകർന്നു നൽകിയ ഒരു ആയുസ് മുഴുവനും സഹജീവി സ്നേഹത്തിനും അനാഥ ജീവിതങ്ങളെ ചേർത്തുപിടിക്കാനും സന്മനസ്സു കാണിച്ച അദ്ദേഹത്തിൻ്റെ വിയോഗം വാക്കുകൾക്ക് കുറിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമാണെന്ന് SIC ഒമാൻ മസ്കത്ത് സുന്നി സെന്റർ പ്രസിഡന്റ് അൻവർ ഹാജി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഒമാൻ സാമ്പത്തിക മന്ത്രി ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അൽ സക്കിരിയുമായി സൗദി സാമ്പത്തിക ആസൂത്രണ മന്ത്രി ഫൈസൽ ഫാദിൽ അലി ഇബ്രാഹിമും പ്രതിനിധി സംഘവും മസ്കത്തിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ സാമ്പത്തിക മേഖലകളിൽ സംയുക്ത സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരു കക്ഷികളും ചർച്ച ചെയ്തു. സാമ്പത്തിക ആസൂത്രണ മേഖലയിലെ പരസ്പര ധാരണാപത്രത്തിൻ്റെ പദ്ധതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്തു. ഒമാൻ വിഷൻ 2040, സൗദി വിഷൻ 2030 എന്നിവയുടെ ലക്ഷ്യങ്ങളും 2 മന്ത്രിമാരും എടുത്തു പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ ഏകീകരണം വർദ്ധിപ്പിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു. സാമ്പത്തിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി നാസർ റാഷിദ് അൽ മാവാലിയും മന്ത്രാലയത്തിലെ നിരവധി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു.
IMI സലാലയുടെ അടുത്ത 2 വർഷത്തേക്കുള്ള പ്രസിഡന്റായി കെ ഷൗക്കത്ത് അലി മാസ്റ്ററെ തിരഞ്ഞെടുത്തു. സാബു ഖാൻ ജനറൽ സെക്രട്ടറിയും ഫിറോസ് ഖാൻ ഫൈനാൻസ് സെക്രട്ടറിയുമാണ്. ജി സലീം സെട്ട്, മുസാബ് ജമാൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും KP അർഷാദ്, സാഗർ അലി എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. വനിതാ വിഭാഗം പ്രസിഡന്റായി റജീന സലാഹുദ്ദീനെയും ജനറൽ സെക്രട്ടറിയായി മദീഹ ഹാരിസിനെയും തിരഞ്ഞെടുത്തു. വാഹിദ ഷൗക്കത്ത് അലിയാണ് വൈസ് പ്രസിഡന്റ്. പുരുഷ വനിതാ പ്രാദേശിക ഏരിയ യൂണിറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന എറണാകുളം ജില്ലക്കാരായ പ്രവാസികളുടെ കൂട്ടായ്മയായ മെട്രോപൊളിറ്റിയൻസ് എറണാകുളം ഒമാൻ ചാപ്റ്ററിന്റെ പ്രഥമ യോഗം റൂവി ഗോൾഡൻ തുലിപ്പ് ഹോട്ടലിൽ നടന്നു. ചടങ്ങിൽ ഒമാൻ ചാപ്റ്റർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അംഗങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. ഒമാനിലുള്ള എറണാകുളം ജില്ലക്കാരായ എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്തുക എന്നതിനോടൊപ്പം അവരുടെ ക്ഷേമത്തിനും പ്രവാസ ജീവിതത്തിൽ സ്വാഭാവികമായും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് സിദ്ദിഖ് ഹസൻ പറഞ്ഞു. ഒമാനിൽ നിന്നും ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഉംറ നിർവഹിക്കാനായി സൗദിയിലെത്തിയ കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ത്വാഇഫിൽ നിര്യാതനായി. ഇരിക്കൂർ ആയിപ്പുഴ പട്ടന്നൂർ സ്വദേശി കുന്നായിൽ വളപ്പിൽ ഉമ്മറാണ് മരിച്ചത്. ഒമാനിൽ നിന്നും റോഡ് മാർഗം മക്കയിലേക്കുള്ള യാത്രാമധ്യേ നവംബർ 30-ന് ത്വായിഫ് മീഖാത്തിൽ ഇദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടാവുകയും ത്വായിഫ് കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുന്നതിനിടെ വ്യാഴാഴ്ച രാവിലെയായിരുന്നു മരണം. ഗൾഫ് മേഖലയിലേക്കുള്ള ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ നിരന്തരമായ ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന വിദേശകാര്യവുമായി ബന്ധപ്പെട്ട പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശയിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രവാസികൾ. ഗൾഫിലെ ഇന്ത്യൻ എംബസികൾ വ്യോമയാന മന്ത്രാലയവുമായി സഹകരിച്ച് വിമാന കമ്പനികളുമായി സ്ഥിരം ചർച്ച നടത്തണമെന്നാണ് കമ്മിറ്റിയുടെ പ്രധാന ശുപാർശ. വിവിധ രാജ്യങ്ങളുമായി വ്യോമയാന രംഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്ന കരാർ കാലാനുസൃതമായി വിലയിരുത്തണമെന്നും BJP ലോക്സഭാംഗമായ PP ചൗധരി അധ്യക്ഷനായ സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രവാസി സമൂഹത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് വിമാന ടിക്കറ്റ് നിരക്കിളവ്. ഇതിനായി പ്രവാസി സംഘടനകൾ മുട്ടാത്ത വാതിലുകളില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ആകാശ ലോബിയുടെ ശക്തമായ ഇടപെടൽ മൂലം അവയൊന്നും ഫലം കണ്ടിരുന്നില്ല. ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കാനുള്ള അവകാശം വിമാന കമ്പനികൾക്കാണെന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.